പൊതുവെ അറിയാവുന്നത് ഇവരെ പിടിക്കാൻ പോകുമ്പോഴേക്കും ഇവർ സൈനൈഡ് വിഴുങ്ങും, ഇവർ മരിക്കും. ഇതാണ് പൊതുവെ കഥ കേട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇവർ ജീവനോടെ പിടിക്കാൻ പറ്റുന്നത് പൊതുവെ? ഇവിടെയാണ് ഒരു കമാൻഡോ എന്ന് പറയുന്നത് നിങ്ങളെക്കാളോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളോ വലിയ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സർപ്രൈസിലാണ്. അതാണ് ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മളൊരു പൂച്ചയെപ്പോലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. നമ്മൾ നടക്കുന്നതോ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്കൊരു ശബ്ദം കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അപ്രോച്ച് നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങളുടെ കഴുത്തിന് എൻ്റെ കൈ ഉണ്ടായിരിക്കണം. സോ ദിസ് ഈസ് വാട്ട് ഈസ് മൈ കേപ്പബിലിറ്റി. അല്ലാതെ നിങ്ങൾക്ക് ട്രെയിനിങ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ ആരാണ് ഈ സ്റ്റെൽത്ത് മൂവ്മെൻറ്റിൽ ചെയ്യുന്നത്, അവിടെയാണ് അവൻ ഒരു ബെറ്റർ കമാൻഡോ ആയിട്ട് മാറുന്നത്. സോ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ നേരത്തെ പറഞ്ഞല്ലോ, കൊല്ലാനുള്ള ഓർഡർ, കൊല്ലാനല്ല, ജീവനോടെ തന്നെ പിടിക്കണം. അതാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് ടാസ്ക്. ഒരു കമാൻഡോനെ സംബന്ധിച്ചിടത്തോളം ഹീസ് ട്രെയിൻ ടു കിൽ. അതെ വെടിവെച്ചാൽ അവൻ്റെ തലയ്ക്ക് കൊള്ളുന്നുള്ള ഏറ്റവും നിസ്സാര പരിപാടിയാണത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പിടിക്കുന്ന ആരെയാണ്? 3 ഇഞ്ച് ദൂരത്തിൽ മരണം തൂങ്ങിക്കിടക്കുന്നവനെ പിടിക്കണം. നമ്മൾ 3 ഇഞ്ച് ദൂരം എന്ന് പറയുന്നത് ഈ വായ്ക്കും ഈ ക്യാപ്സ്യൂളിനും ഇടയ്ക്കുള്ളത് 3 ഇഞ്ച് ദൂരമേ ഉള്ളൂ. ഇത് ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാനുള്ള സമയത്തിന് മുന്നേ നിങ്ങൾ അവനെ പിടിച്ചിരിക്കണം ജീവനോടെ. അങ്ങനെ പലരെയും പിടിച്ചു, പക്ഷെ പലരും സൈനൈഡ് കഴിച്ചിട്ടുമുണ്ട്. ഒന്ന് മരിച്ചുപോയി. ഒരുത്തനെ പിടിച്ച് ഞങ്ങൾ ആൻറ്റിഡോട്ട് കൊടുത്തിട്ട് അവനെ സേവ് ചെയ്തു. ശരി, നിങ്ങൾ പറയുമല്ലോ സൈനൈഡ് കഴിച്ചാൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. നമ്മളൊരു 40-45 സെക്കൻഡിനകത്ത് ചെയ്തതാണ് ഇന്ദിരാനഗറിലെ ഓപ്പറേഷനിൽ. ഒരുത്തന് ആൻറ്റിഡോട്ടും കറക്റ്റായിട്ട് പൗഡർ ഓക്സിജനും പമ്പ് ചെയ്ത്. ഇതൊരു സൈമിൾട്ടേനിയസ് സംഭവമാണ്. ഇതിനകത്തൊരു ലിക്വിഡുണ്ട്, ഒരു വയലറ്റ് കളറിലുള്ള ലിക്വിഡ്. അത് നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് 100 ml കാണും. ഇത് ലണ്ടനിൽ നിന്ന് വരുത്തിക്കുന്ന കിറ്റാണത്. ഇത് നമ്മളങ്ങ് കുത്തി കയറ്റുന്നതിനനുസരിച്ച് തന്നെ സൈമിൾട്ടേനിയസ് വേറൊരുത്തൻ ഒരു ക്യാപ്സ്യൂളുണ്ട്. അത് പൊട്ടിച്ചിട്ട് ആ പൗഡർ പഞ്ഞിയിലിട്ടിട്ട് വായിൽ വെച്ചിട്ട് ഓക്സിജൻ പമ്പ് ചെയ്യണം. ഇത് ഓക്സിജൻ പമ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ബ്രെയിൻ ഡെഡാവും. ശരീരം നിൽക്കും, പക്ഷേ ബ്രെയിൻ ഡെഡാവും. അപ്പോൾ ഇതിനാണ് ഇത് രണ്ടും സൈമിൾട്ടേനിയസ്ലി. അങ്ങനെ ഒരുത്തനെ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ഒരുത്തൻ്റെ ബ്രെയിൻ ഡെഡായിട്ടുള്ള ആ ബോഡി നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇവൻ്റെ തല പിന്നെ അവനങ്ങനെ വലുതാവും. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വലുതായി. ചെവിയൊക്കെ വലിയ ചെവിയാവും, മൂക്ക്, കണ്ണും എല്ലാം. ഇത് മാത്രം, ബാക്കി ശരീരം ഇൻടാക്റ്റ്, കറക്റ്റ് പൾസായിരിക്കും, കറക്റ്റ് ബീറ്റ് എല്ലാം കറക്റ്റായിരിക്കും. ഇത് ഒരു വികൃതമായ രൂപമായിരിക്കും. പിന്നെ വി ജസ്റ്റ് പുൾ ദ വെന്റിലേറ്റർ വലിച്ചു കളയും. അങ്ങനെ അങ്ങ് പോകാതെ ഒരുത്തനെ നമ്മൾ സേവ് ചെയ്തു. ആ സേവ് ചെയ്തവൻ പിന്നീട് നമ്മൾ മദ്രാസ് കൊണ്ടുപോകുമ്പോഴാണ് ഇവൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത്. ഹെലികോപ്റ്ററിൽ കിടന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുപോകാൻ നിലത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ, രാജു സാറുണ്ട്, മനോഹരൻ സാർ, പല ഞങ്ങൾ ഹെലികോപ്റ്ററിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇവനെങ്ങനെ നോക്കും. ഇവൻ്റെ ചുണ്ടൊക്കെ പൊള്ളിയിട്ടുണ്ട്. ഈ സൈനൈഡ് കഴിച്ച് കഴിഞ്ഞാൽ ചുണ്ടൊക്കെ പൊള്ളും. അപ്പോൾ ഇങ്ങനെ വൈറ്റ് കളറിൽ. അപ്പോൾ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. നിലത്ത് കിടക്കുകയാണ്. അപ്പം നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് താഴത്തെ അവിടെ ഇറങ്ങിയെന്ന് ചോദിച്ചു. ഏണ്ടാ നീ എന്നെ பார்த்து சிரிச்சிட்டு இருந்த? சார் நீங்கள் ரவீந்திரன் சார் தானே? ഞാൻ പറഞ്ഞു വാട്ട്, நீங்கள் கேப்டன் ரவீந்திரன் சார் தானே? അപ്പോൾ ഞാൻ പറഞ്ഞു உனக்கு எப்படிடா கேப்டனு? இல்லை சார், உங்களை மாதிரி ஒரு ஆள் எனக்கு ட்ரைனிங் கொடுத்துருக்கு. இந்தியன் ஆர்மி எப்படிடா உனக்கு எல்டிடிக்காரங்க ட்ரைனிங் കൊടുത്തിருக்கு? ആ വിട്ട് ഇത് കൺഫ്യൂഷൻ. അങ്ങനെ ഞങ്ങൾ മല്ലിയിൽ പോയിട്ട് ഞാൻ ഇവൻ്റെ ഇൻട്രൊഗേഷൻ പോയി ഞാൻ പറഞ്ഞു, രാജ സാറേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇവൻ എൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ അത് എന്താണെന്നുള്ളത്. അങ്ങനെ പോയി ഞാനും രാജ സാറും കൂടിയിട്ടാണ് പോയത്. നമ്മുടെ മരിച്ചുപോയ രാജു സാർ കോൺടാക്ട് ആയിട്ട് പറഞ്ഞേക്കാം. മലയാളി IPS ഓഫീസറാണ്, കൊച്ചിക്കാരനാണ്, രാധാ വിനോദ് രാജു. അദ്ദേഹത്തിനെ കുറിച്ചുള്ളതാണ് രാജു സാർ എന്നുള്ള സാറിൻ്റെ പരാമർശം. ഞാൻ വളരെയധികം റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു IPS ഓഫീസറിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. കാരണം അന്ന് അദ്ദേഹം DIG ആയിരുന്നു. ഈ ലോക്നാഥ് ബെഹ്റ സാറൊക്കെ വരുന്ന സമയം അദ്ദേഹം ഓൾമോസ്റ്റ് ലൈക്ക് എൻ്റെ ഒരു ബാച്ചിനേക്കാൾ ഒരു ബാച്ച് സീനിയറാണ്. അന്ന് അവിടെ വരുമായിരുന്നു ജൂനിയർ ഓഫീസറായിട്ട്. അപ്പോൾ ഈ രാജു സാർ എന്ന് പറയുന്നത് 24 hours മല്ലിയിലുണ്ടായിരുന്നു, ഞങ്ങളെ കൂടെ ഉണ്ടാകും. പിന്നീടാണ് അറിയുന്നത്, അന്ന് അച്ചാമ്മ മാഡം, വൈഫിൻ്റെ പേര് അച്ചാമ്മ മാഡം, മഹാരാജാസ് കോളേജിലെ വലിയ ലവ് സ്റ്റോറി ആയിരുന്നു ഇവരുടെ. അച്ചാമ്മ മാഡത്തിന് അന്ന് ക്യാൻസറായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ ഇവിടെ ഡ്യൂട്ടിക്ക് ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അച്ചാമ്മ മരുന്ന് കഴിച്ചോ? അപ്പം നമുക്കൊന്നും പിടിയിട്ടില്ല എന്തായി ഇതെന്ന്. അത്രയും കെയറിങ്. പക്ഷേ വീട്ടിൽ പോവില്ല ആ മനുഷ്യൻ. പിന്നീട് അദ്ദേഹം NIAയുടെ ചീഫായിട്ട് NIA റേസ് ചെയ്തത് അദ്ദേഹമായിരുന്നു.
റേസ് ചെയ്ത് പിന്നെ ഞാൻ NIAക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി എന്നെ അസൈൻ ചെയ്യുമായിരുന്നു. അങ്ങനെ മാസത്തിലൊരു പ്രാവശ്യം ഞാൻ പോലീസ് അക്കാഡമിയിൽ പോവും, NIAയുടെ അവിടെ പോവും, ട്രെയിനിങ്ങിന് കൊടുക്കും. പിന്നെ അവിടുന്ന് റിട്ടയറായി. പെട്ടെന്ന് അദ്ദേഹം മരിച്ചു പോവാണ്. ഹി വാസ് ഹാവിങ് ക്യാൻസർ. ഹി ഡിഡ്ന്റ് ടെൽ എനിബഡി. ഡ്യൂട്ടി അത് മാത്രം വെച്ചുകൊണ്ട് നടന്നിരുന്ന രാജു സാറിനെ നമിക്കുന്നു ഞാൻ. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ കണ്ണു നിറയും. കാരണം അങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് ഓഫീസേഴ്സിനെയൊക്കെ നമ്മൾ കമ്മിങ് അക്രോസ് ഈസ് ലക്ക്. എന്നെപ്പോലുള്ളൊരു ജൂനിയർ ഓഫീസറിനും അതുപോലുള്ള ഡെഡിക്കേറ്റഡുള്ള, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് രാജു സാറിനെ കുറിച്ചുള്ള കോൺടാക്ട്. അപ്പം ഞാനും രാജു സാറും കൂടെ പോയിട്ട് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞു, സാർ എനിക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം രാജു സാർ അത് അന്തം വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാനിവിടെ പോയിട്ടുണ്ട്, ഞാൻ മറ്റേ ഇതിന് വേണ്ടിയിട്ട് EPRLF-നെയും ടെലോനൊക്കെ. സാർ ഞാൻ ടെലോക്കാരൻ സാർ, ഇവ എടുത്തു നോക്കി പറഞ്ഞു, ഞാൻ ടെലോക്കാരൻ സാർ എന്നാണ്. അപ്പോൾ ഏത് ക്യാമ്പിലായിരുന്നതാണ്? നിലാവലി ക്യാമ്പിൽ. അപ്പോൾ നിലാവലി എൻ്റെ ക്യാമ്പായിരുന്നു. അപ്പം പറയും, സാർ ഒരു നാளைக்கு நீங்கள் வந்து മധ്യാഹ്നം എന്നെ വന്നിട്ട് ഞാൻ മേലെ ഷൗട്ട് പണിട്ടാ ഏന്ന് ചോദിച്ചു. അപ്പം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഭയങ്കര സൗണ്ട് ഈ മണലിൽ. ബീച്ചിലായിരുന്നു ഈ ക്യാമ്പ് ഉണ്ടായിരുന്നത്. നോക്കുമ്പോൾ ഈ പിള്ളേർ നട്ടുച്ചയ്ക്ക് ചൂടത്ത് ഫ്രണ്ട് റോൾ അടിക്കുകയാണ്, ഈ ട്രെയിനീസ്. അപ്പം ഞാൻ പറഞ്ഞു, ആടാ പണിഷ്മെൻറ്റ് കൊടുത്തതെന്ന് വെച്ചപ്പോൾ ഇവന്മാർ പറഞ്ഞെന്താ അറിയാം? ഇല്ല സാർ, പണിഷ്മെൻ്റ് ഇല്ല സാർ, இப்படி ஃப்ரண்ட் ரோல் அடித்தா சூடு மணல் ஃப்ரண்ட் ரோல் அடித்தா முது வந்து ஸ்ட்ராங் ஆகிடும் சார், எங்களுக்கு ஸ்ட்ராங் ஆகணும். ലുക്കത്തപ്പടി ഡെഡിക്കേഷൻ ഓഫ് ദീസ് പീപ്പിൾ. അല്ല, ഈ ടെലോക്കാരൻ എങ്ങനെയാണ് പിന്നെ LTTയുടെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ പറഞ്ഞതെന്താ വെച്ചാൽ, അപ്പം ഞാൻ പറഞ്ഞു, ശരിയല്ല, ഞാൻ തന്നെയാണ് രവീന്ദ്രൻ, നീ പറഞ്ഞിപ്പോൾ சார் நீங்கள்லாம் இப்போ திருப்பி வந்துட்டேன் சார் IPKF. என்கிட்ட எல்லாம் AK-47 ഇപ്പോൾ ട്രെയിൻഡ് ആൾ എല്ലാ LTTക്കാരനും വന്ന് ഞങ്ങളുടെ വീട്ടിൽ പോയി കയറി വന്നിട്ട് ഞങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരവിടെ പോയി ക്യാമ്പിൽ പോയി കുടുങ്ങി. അവിടുന്ന് എന്ത് പറ്റി, ഇവൻ്റെ അച്ഛനെ പോലീസുകാരൻ എന്തോ അവിടെ ഒരു ബ്ലാസ്റ്റ് എന്തോ കൊന്നു എന്ന് പറഞ്ഞാൽ ഇവൻ പ്രതികാരം വീട്ടാൻ വേണ്ടി പോലീസുകാർക്ക് ബോംബ് വെച്ചതാണ്. അതിൽ ഇഞ്ചേർഡായിട്ട് ഇവൻ്റെ തുട മുഴുവൻ പൊട്ടിപ്പോയിരിക്കുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വന്നതാണ് ഇന്ത്യയിൽ. മണ്ഡപത്തിൽ നിന്ന് അവർ ഷിഫ്റ്റ് ചെയ്ത് ബാംഗ്ലൂർ ഇട്ടു. അപ്പോൾ ബാംഗ്ലൂർ ഇട്ടപ്പം അവരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ശിവരാസൻ വരും, ഇവർ വന്നു കഴിഞ്ഞാൽ മിണ്ടി പോരുത്, ഒന്നും സംസാരിക്കരുത്, കൊടുക്കണം, ഇതാണ്.